നമസ്തേ. രത്നശാസ്ത്രയുടെ പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുകയായി. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജെമോളജിസ്റ്റ്. രത്നശാസ്ത്രയിലേക്ക് സുസ്വാഗതം സാർ. നമസ്തേ. നമ്മൾ മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞ് തുടങ്ങിയ ഒരു കാര്യമായിരുന്നു തുലാം ലഗ്നത്തെക്കുറിച്ച് അല്ലെങ്കിൽ തുലാം രാശിയെക്കുറിച്ച്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത്. സൈൻ ഓഫ് ബ്യൂട്ടി. അപ്പം അതിൽ സാർ പറയുകയുണ്ടായി, സൂര്യൻ നീചപ്പെട്ടിട്ടുള്ള ഒരു രാശിയാണ്. അപ്പം ആ ഒരു വിശേഷങ്ങളിലേക്ക് എന്താണ് ആ ഒരു അങ്ങനെ ആകാനുള്ള ഒരു കാരണം എന്താണ്? തുലാം രാശിയിൽ അല്ലെങ്കിൽ തുലാം മാസത്തിൽ സൂര്യൻ തുലാത്തിൽ നിൽക്കുന്നതുകൊണ്ടാണല്ലോ അത് തുലാം രാശിയിൽ. അപ്പോൾ നമുക്കൊരാൾ ചാർട്ട് കണ്ടാൽ ഏത് മലയാള മാസമാണ് ജനിച്ചതെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സൂര്യൻ ഏത് മേടയിടവും മിഥുനം കർക്കിടകം ചിങ്ങം അങ്ങനെ വന്ന് മീനം വരെ പോകുന്ന 12 രാശികൾ. ഇതിലേതിലാണ് സൂര്യൻ നിൽക്കുന്നത്? അപ്പോൾ മേടത്തിലാണെങ്കിൽ നമ്മൾ മേടമാസത്തിലാണ് ജനിച്ചിരിക്കുന്നത്. ഓക്കെ. ഇടവത്തിൽ സൂര്യൻ നിൽക്കാൻ നമ്മൾ ഇടവ മാസത്തിൽ ജനിച്ചിരുന്ന ആളാണെന്ന് പെട്ടെന്ന് പറയാനായിട്ട് പറ്റും. മനസ്സിലായി. ഇപ്പോൾ തുലാത്തിൽ ആണെങ്കിൽ തുലാമാസം. ഇപ്പോൾ തുലാത്തിൽ ഈ ഡെബിലിറ്റേഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അത് പൂർണ്ണമായ ഡെബിലിറ്റേഷൻ തുലാത്തിൽ ചോതി നക്ഷത്രത്തിലാണ് സംഭവിക്കുന്നത്. ചോതി നക്ഷത്രത്തിലേക്ക് വരുമ്പോൾ ഡെബിലിറ്റേഷനായി. അപ്പം എന്തുകൊണ്ടാണ് ഈ ഡെബിലിറ്റേഷൻ സംഭവിക്കുന്നത്? ചില ഗ്രഹങ്ങൾ ഉച്ചസ്ഥിതിയിൽ ചില രാശികളിൽ നിൽക്കുമ്പോൾ നീചത്തിൽ ചില ഗ്രഹങ്ങൾ പോകുന്നു. ഇപ്പോൾ തുലാം രാശി നോക്കുമ്പോൾ സൂര്യൻ നീചത്തിലാണ്, പക്ഷെ ശനിയുടെ ഉച്ചരാശിയാണത് തുലാം രാശി. അത് നമുക്ക് സംസാരിക്കാം. ഓക്കെ. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സൂര്യൻ്റെ നീചസ്ഥിതിയെക്കുറിച്ച് നമുക്ക് പറയാം. സൂര്യൻ നീചപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സൂര്യൻ അവിടെ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണല്ലോ നീചപ്പെട്ടു പോയി. എന്തുകൊണ്ടാണ് ഇത് കംഫർട്ടബിൾ അല്ലാത്തത്? തുലാം രാശി എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് ലവ്, കണക്റ്റിംഗ് പീപ്പിൾ വിത്ത് മ്യൂസിക്, ആക്ടിങ്, എക്സെട്ര എക്സെട്ര. അങ്ങനെ നമ്മളെ ആൾക്കാരുമായിട്ട് പബ്ലിക്കുമായിട്ടുള്ള കണക്ഷൻ, പാട്ടുപാടിയും രസിപ്പിച്ചും അങ്ങനെ പലതരത്തിൽ ആൾക്കാരുമായിട്ട് പബ്ലിക്കുമായിട്ടുള്ള കണക്ഷൻ, കച്ചവടം ചെയ്തിട്ടുള്ള കണക്ഷൻ. കച്ചവടം ചെയ്യണമെങ്കിൽ നിങ്ങൾ മാർക്കറ്റിലെത്തണം, അല്ലേ? ട്രേഡിങ് ഏരിയ ഉണ്ട്, ട്രേഡിങ് പ്ലേസിൽ പോയി നമ്മൾ കച്ചവടം ചെയ്യണം, അല്ലേ? അവിടെ പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമാണ്. അതാണ് തുലാം രാശിയുടെ പ്രത്യേകത. സൂര്യൻ എന്ന് പറയുമ്പം സൂര്യന് ഒരു ഈഗോയിസ്റ്റിക് പ്ലാനറ്റാണ്, കിങ്ങാണ്, റൂളറാണ്, ആണല്ലോ. അതെ. ഈ ആൾ പബ്ലിക്കിൽ മാർക്കറ്റിൽ പോയാൽ ആൾക്കാരാരെങ്കിലും റൂളറാണെന്നതിൽ അവർ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ. സാധനങ്ങൾ വരുന്നു, കയറ്റുന്നു, ഇറക്കുന്നു, പിടിക്കുന്നു. അല്ലെങ്കിൽ ഏത് കച്ചവടമാണോ അതിനനുസരിച്ച്. ഞാനിപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ളൊരു തൊഴിലിനെ കുറിച്ച് സംസാരിക്കുന്നതല്ലേ ഉള്ളൂ. ആരും സംസാരിക്കില്ല, ആരാ വന്നിരിക്കുന്നത്, ആരും ശ്രദ്ധിക്കുന്നില്ല. കാരണം കച്ചവടം ചെയ്യുക നമ്മൾ. രാവിലെ മുതൽ മാർക്കറ്റ് ഓപ്പണാണ്. അപ്പോൾ ഈ പബ്ലിക്കുമായിട്ടുള്ള ഇടപാടും അതുപോലെ തന്നെ ഈ വളരെ പബ്ലിക്കുമായിട്ട് ഇടപെടണമെങ്കിൽ നമ്മൾ ആ ലെവലിൽ വന്ന് നിന്ന് ചെയ്യണമല്ലോ. അത് സൂര്യനെ കൊണ്ട് പറ്റുമോ? സൂര്യൻ അങ്ങനെയല്ല. സൂര്യൻ കമാൻഡ് ചെയ്യാൻ ഒരാളുടെ കീഴിലും ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആൾ, എല്ലാവരുടെയും മേളിലൊരു ആധിപത്യമുള്ള ആൾ, ഈഗോയിസ്റ്റിക്. ഇതൊന്നും കച്ചവടത്തിൽ ചിലവാകുന്ന കാര്യങ്ങളല്ല, ആണോ? അല്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ആണ് ഈ ഒരു സൂര്യൻ്റെ ഒരു നീചപ്പെട്ട സൂര്യൻ കംഫർട്ടബിളായിട്ടുള്ള ഒരു ഹൗസ് അല്ല സൂര്യനെ സംബന്ധിച്ചിടത്തോളം. ഈ തുലാം എന്ന് പറയുന്ന എലമെൻ്റ് വൈസാണെങ്കിലും അത് എയർ ആണല്ലോ. തുലാത്തിൻ്റെ ആ വായുവാണ്, അതിൻ്റെ വായുതത്വമാണ്. മറ്റേ സൂര്യനാണെങ്കിൽ ഫയറാണ്. സൂര്യനാണ് വളരെ സ്പീഡ് പ്ലാനറ്റാണ്. ബുധൻ അത്ര സ്പീഡില്ല. ഇങ്ങനെ പല കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ ഡെബിലിറ്റേഷനൂടെ സംഭവിക്കുന്നത്. അപ്പോൾ ഡെബിലിറ്റേഷൻ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സൂര്യൻ നീചത്തിലും ആ നീചം നല്ല ഡിഗ്രി തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ ആളും ബാക്ക് ഔട്ടാവും. ഇപ്പോൾ സൂര്യൻ ഈ മാർക്കറ്റിൽ ചെന്നിറങ്ങിയാൽ എങ്ങനെയാണ്? പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഏക്കാതെ പോവുക. നമ്മൾ പുറകിൽ തള്ളിപ്പെടുന്ന പോലെ നമുക്ക് തന്നെ തോന്നുക.
സെൽഫ് കോൺഫിഡൻസ് അങ്ങ് പോവുക, മനസ്സിലല്ലേ, തെറ്റിദ്ധാരണകൾ ഉണ്ടാകുക, ഇതെല്ലാം സംഭവിക്കും ഈ ഡെബിലിറ്റേഷൻ, പൂർണ്ണമായ ഡെബിലിറ്റേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. അതാണ് അങ്ങനെ ഒരു വ്യക്തി. ഇപ്പോൾ സൂര്യൻ്റെ കാര്യം പറഞ്ഞ് നമ്മൾ അതുമായിട്ട് സംസാരിച്ച് കണക്ട് ചെയ്ത് മനസ്സിലാകാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അല്ല, സൂര്യൻ എല്ലാത്തിനും അതിശക്തനാണ്. എന്നാലും ഈ ഹൗസിലൊക്കെ വരുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. സൂര്യൻ്റെ ഉച്ചരാശി മേടം, എൻ്റെ ഓപ്പോസിറ്റ് 7th ഹൗസ് എന്ന് പറയുന്നത് മേടം ഉച്ചത്തിൽ, അതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ലെവലേ മാറി, പവർഫുള്ളായി, റൂളറായി അങ്ങനെ പോകും. ഇവിടെ വന്നപ്പോൾ പുള്ളിക്കൊന്നും ചെയ്യാൻ ഹെൽപ്ലെസ് സിറ്റുവേഷനാണ് തുലാം രാശിയിൽ സൂര്യനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഗ്രഹനിലയിൽ ജനിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ തുലാം മാസത്തിൽ ജനിക്കുന്നതും എന്നുകൊണ്ട് മാത്രമായില്ല കേട്ടോ, പൂർണ്ണമായിട്ടുള്ള ഡെബിലിറ്റേഷൻ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് പല കാര്യങ്ങളിനകത്ത് ഒരു എക്സ്പോഷർ കിട്ടാതെ വരും. ഇപ്പം നല്ലോണം പഠിച്ചു, പഠനത്തിനനുസരിച്ചുള്ള, അല്ലെങ്കിൽ പഠിച്ച എന്താണോ പഠിച്ചത് അതിൻ്റെ ആ മേഖലയിലായിരിക്കത്തില്ല ജോലി കിട്ടുന്നത്. നമ്മൾ നല്ല ലെവലിൽ പഠിച്ചു, എന്നിട്ട് നമ്മൾ ദുബായിലോ കുവൈറ്റിലോ പോയി അവിടെ ചെല്ലുമ്പോൾ വേറൊരു ജോലി എടുക്കാൻ നമ്മൾ നിർബന്ധിതനാകുക. ഇല്ല, അങ്ങനെയല്ലേ ആൾക്കാർ? നിങ്ങൾ MBA ഒക്കെ എടുത്തിട്ട് ഇവിടെ നിന്നിട്ട് ഈ സെയിൽസിൽ നിൽക്കുകയാണോ, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലാണോ വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കപ്പെടും ചിലരെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ അപ്പോൾ ആ സൂര്യൻ്റെ ആ എക്സ്പോഷർ കിട്ടിയില്ല, അതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യം. സൂര്യൻ പിതാവാണ്. അപ്പോൾ പിതൃഗുണങ്ങളും സപ്പോർട്ടും ചില കാര്യങ്ങളിൽ കിട്ടാതെ പോകുക എല്ലാത്തിനകത്തും ഇല്ല. അച്ഛനും മകനുമാണ്. സൂര്യപുത്രനാണ് ശനി, അല്ലെങ്കിൽ സൂര്യൻ. അപ്പോൾ അച്ഛനും മകനും എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛനും മകൻ റിലേഷൻ എന്ന് പറയുമ്പം എപ്പോഴാണ് എൻഡ് ഓഫ് ദി ഡേ അവർ ആ റിലേഷനുണ്ട് എങ്കിൽ പോലും പല കാര്യങ്ങളിലും പല സമയത്തും കിട്ടാതെ. പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ നിൽക്കുന്നത് തുലാത്തിലാണ്, ശുക്രനാണ്, സോഡിയാക് സൈൻ്റെ 7th ഹൗസിലാണ് ഈ വരുന്നത്, ഈ തുലാം രാശി വരുന്നത്. ഇതുകൊണ്ട് അവിടെ തന്നെ സൂര്യന് നീചപ്പെട്ട് നിൽക്കുമ്പോൾ ഈ വ്യക്തിയും അച്ഛനുമായിട്ട് എന്തെങ്കിലും കാരണവശാൽ ഒരു അഭിപ്രായ വ്യത്യാസം വരുന്നത് ഈ മാരേജുമായിട്ട് കണക്റ്റഡായിട്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ആ ഒരു വിവരങ്ങളിലെ നമ്മൾ കൂടുതൽ ആഴത്തിൽ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചാർട്ടാണിത്, ഒരു ചാർട്ട് ഇരിക്കുക, നമ്മളുണ്ടാക്കിയ ചാർട്ടല്ല, ഒരാളുടെ വ്യക്തിയുടെയാണ്. അതുകൊണ്ട് ഇയർ പറയത്തില്ല, പേര് പറയത്തില്ല, പ്ലാനറ്ററി പൊസിഷൻ മാത്രമേ പറയത്തുള്ളൂ. അതായത് സൂര്യൻ നീചത്തിൽ നിൽക്കുന്നു തുലാത്തിൽ, സൂര്യൻ പിതൃകാരകനാണ്. അതായത് ഈ വ്യക്തിയുടെ പിതൃസ്ഥാനം നമുക്കറിയാൻ സാധിക്കുന്നത് ഈ ചാർട്ടിൽ കൂടെ നോക്കുമ്പോൾ സൂര്യൻ നീചത്തിലാണ് നിൽക്കുന്നത്. അപ്പം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ സാറേ ഇല്ലായിരുന്നു, പക്ഷേ ഒരു കാലഘട്ടത്തിലുണ്ടായി. അത് ഏത് കാലഘട്ടം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് സൂര്യൻ നിൽക്കുന്ന രാശി തുലാമും അത് ശുക്രരാശിയാണ്. ശുക്രന് വൈവാഹികമായ ബന്ധമുണ്ട്. ആ രാശി എന്ന് പറയാൻ കാരണം സോഡിയാക് സൈൻ്റെ 7th പാർട്ണർ ഏരിയയിലാണ് നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ വ്യക്തിയുടെ നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ 24 വയസ്സ് കഴിഞ്ഞ്, അതായത് 76 ഒരു ചാർട്ടാണ്. 2000 ഇദ്ദേഹത്തിന് ആദിത്യ ദശ സ്റ്റാർട്ട് ചെയ്തു, സൂര്യദശാകാലം സ്റ്റാർട്ട് ചെയ്തു. കറക്റ്റ് നമ്മൾ പറയുന്ന അതിലേക്ക് വരും. അത് 6 വർഷമുണ്ട്. ഇതിൽ പുള്ളിക്കൊരു മാരേജ് വന്നു. കാരണം പുള്ളി ലക്നവും തുലാം ലഗ്നമാണ്. ലഗ്നം തുലാമാണ്, രാശി അതല്ല, തുലാം ലഗ്നമാണ്. സൂര്യൻ അവിടെ നിൽപ്പുണ്ട്. അതിൻ്റെ 7th ഹൗസ് എന്ന് പറയുന്ന മേടത്തിൽ കേതു നിൽക്കുന്നു. ഇപ്പോൾ ലഗ്നത്തിൻ്റെ ഏഴിൽ കേതു അത്ര നല്ല ഒരു സൈനല്ല. ഈ ശുക്രൻ ചൊവ്വയുടെ ക്ഷേത്രത്തിലും ശുക്രക്ഷേത്രത്തിലുമായിട്ട് ഇങ്ങനെ പരിവർത്തനം ചെയ്ത് നിൽക്കുക. ഈ പരിവർത്തനം ഇന്ന വേ അതൊരു പ്ലസ് പോയിന്റ് ആണെങ്കിലും ഈ 7th ഹൗസിൽ കേതു നിൽക്കുകയും ഈ ശുക്രനും ചൊവ്വയൊക്കെ വൈവാഹിക കാര്യങ്ങളിൽ ബന്ധപ്പെട്ട പ്ലാനറ്റ്സാണ്. അപ്പോൾ ആൾക്കാർ ചാർട്ടിൽ
നോക്കുന്നത് ഒരു പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ ഒക്കെ ചാർട്ട് നോക്കുമ്പോൾ 7th ഹൗസിൽ ചൊവ്വ നിൽപ്പുണ്ടോ 8 ചൊവ്വ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ. കാരണം മംഗല്യകാരകൻ കൂടെയാണ് ചൊവ്വ. ശുക്രൻ അതാണല്ലോ മുമ്പ് പറഞ്ഞു. അതെ. അപ്പോൾ ശുക്രനും ചൊവ്വയും കൂടെ നിന്നാൽ എന്തായി? മാഴ്സ്, വീനസ് ലവ്സ് മാഴ്സ് എന്നാണ്. അപ്പം സംഗതി വേറൊരു ലെവൽ വന്നു. മാഴ്സിൻ്റെതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും കാണിക്കും. മാഴ്സ് വളരെ ധൈര്യമായിട്ട് കാര്യങ്ങൾ നടത്തും, ബോൾഡ് ഡിസിഷൻ എടുക്കും. നിനക്ക് ഇന്ന ആളുമായിട്ട് പ്രണയം ഉണ്ടല്ലേ, അത് ശരി, എന്നാലും ഞാൻ ശരിയാക്കി തരാം. ഇതാണ് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്. ഉടനടി ആക്ഷൻസ് എടുത്തിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ വൈവാഹികമായ ഒരു ഒരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതകളുണ്ടല്ലോ. ഇന്നതാണ്, ഇന്ന കുടുംബത്തിൽ ഇതാ ഉണ്ട്. അപ്പോൾ അത് വിട്ടിട്ടായിരിക്കും ഒരു ബന്ധം കയറി വരുന്നത്. അച്ഛനും അമ്മയ്ക്കും ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ലാത്ത ഒരു ബന്ധത്തിലേക്ക് മകൻ വന്ന് പെടുവാണ്. പെടുന്നതിനുള്ള ചില കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞ ചൊവ്വയുടെ ക്ഷേത്രത്തിൽ ശുക്രനും ശുക്രൻ്റെ ക്ഷേത്രത്തിൽ അത് വിട്ടാൽ അല്ല കൺജക്ഷൻ, ചൊവ്വ കൺജക്ഷൻ, മനസ്സിലല്ലേ? അത് എപ്പോഴും നമുക്ക് ഈ വക കാര്യങ്ങളിലകത്ത് ചെറിയ ഒരു മൈനസ് എന്ന് പറയാമെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു വ്യത്യസ്തത വരും. വിവാഹത്തിൻ്റെ തുടക്കത്തിലോ ഒക്കെ ആയിട്ട് നമുക്കൊന്നൊരു വീട്ടുകാരുടെ ഒരു എതിർപ്പ് കാണും. ഇതെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ ജീവിതം അങ്ങ് പോവും കേട്ടോ, അത് ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ അനുസരിച്ചിട്ട്. അപ്പോൾ ഈ ആദിത്യ ദശയിൽ പുള്ളിക്ക് 24 വയസ്സ് 25ാമത്തെ വയസ്സ് തുടങ്ങി. അന്നേരമാണ് ഈ പ്രോബ്ലം കയറി വരുന്നത്. അച്ഛൻ പറഞ്ഞ് നടക്കത്തില്ല, എതിർപ്പ് വന്നു. അപ്പോൾ എന്തുകൊണ്ട് നടക്കത്തില്ല? ഞാൻ ഇഷ്ടപ്പെട്ടു, ഞാനത് നടത്തും, എനിക്കങ്ങനെ വേണം, ആ കാര്യത്തിനകത്ത് അച്ഛൻ ഇടപെടണ്ട എന്നുള്ള നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കും. 6 വർഷം ആദ്യത്തെ ദശാകാലം, ചിലപ്പോൾ ആദ്യത്തെ ഒരു 3 വർഷം അങ്ങനെ കൂടെ പോകും. പിന്നെ അച്ഛൻ പറയായിരിക്കും, ഞാൻ ഇത്രയും വയസ്സായി, ഞാൻ ഇത് ബലം പഠിച്ചിട്ട് എന്താ കാര്യം? അപ്പോഴത്തെ ഒരു കുട്ടിയായി. അപ്പം അമ്മ എന്തു പറയും? ഇതിനകത്ത് മദർ 11th ഹൗസിലാണ് നിൽക്കുന്നത്, അതായത് മാതൃസ്ഥാനം വഹിക്കുന്ന ചന്ദ്രൻ. അമ്മ സപ്പോർട്ടീവാണ്. ഇതെല്ലാം നടക്കുമ്പോൾ അച്ഛനിങ്ങനെ നിൽക്കുമ്പോഴും അമ്മയുണ്ട്, എന്തിനാട്ടെ നടത്തി കൊടുക്ക് പോട്ടെ, നമ്മൾ വഴക്കുണ്ടാക്കണ്ട, ഇപ്പോഴത്തെ കാലമല്ലേ, പിള്ളേരല്ലേ എന്ന് പറഞ്ഞ് അമ്മ പറയുന്നുണ്ട്. അമ്മയുടെ സപ്പോർട്ടുണ്ട്. അച്ഛനില്ലാത്തപ്പോൾ മോൻ വന്ന് കയറുമ്പോൾ ചോദിക്കും, എടാ ഇന്നും എല്ലാം കണ്ടോ, അച്ഛൻ അറിഞ്ഞാൽ കുഴപ്പമാകട്ടോ എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മൾ നാടൻ ഭാഷ സംസാരിച്ച. അപ്പോൾ ഈ സപ്പോർട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ 3 വർഷമൊക്കെ കഴിയുമ്പോൾ ചിലപ്പം ഇത് പൊരുത്തപ്പെട്ട് തിരിച്ച് വിളിക്കുകയും ആ കുട്ടി എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും. കാരണം വെച്ചാൽ എൻഡ് ഓഫ് ദ ഡേ അച്ഛനും മകനുമാണ്. അപ്പോൾ സൂര്യദശാകാലത്താണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. അവർ തമ്മിലുള്ള ആ ഒരു എതിർപ്പ് കൂടുതൽ ശക്തമാകുന്നതും ഈ ഒരു ടൈമിലായിരിക്കും. അപ്പോൾ പുള്ളിക്ക് ജോലിയിലുള്ള കോൺസെൻട്രേഷൻ പോയി, പുള്ളിയുടെ മനസ്സ് സ്റ്റഡി ആകുന്നില്ല. അപ്പോൾ ജോലിയിലാണെങ്കിൽ ചെയ്യുന്ന മാനേജ്മെൻറ്റിൻ്റെ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ പുള്ളി കേൾക്കേണ്ടി വരും. നിങ്ങൾ പഴയ പോലുള്ള ടാർഗറ്റിലേക്ക് വന്നിട്ടില്ല. വൈ? എന്തുകൊണ്ടില്ല? ആളുടേതായിട്ടുള്ള മറ്റു പ്രശ്നങ്ങൾ മാനസികമായിട്ട് പറ്റുന്നില്ല. അച്ഛനുമായിട്ട് പിണങ്ങി നിൽക്കുന്നു, പെൺകുട്ടി സ്നേഹിക്കുന്ന പെൺകുട്ടി ഒരു വയസ്സ് നിൽക്കുന്നു, എന്തു ചെയ്യും? ഇങ്ങനെയാണ് ജീവിതത്തിൻ്റെ ഒരു സ്ട്രക്ചർ പോകുന്നത്. അതിന് പ്ലാനറ്റ്സിൻ്റെ ഗ്രഹങ്ങളിൽ ഒരുപാട് സ്വാധീനതയുണ്ട്. നമ്മളതിനെക്കുറിച്ച് പഠിക്കുകയും അത് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ആണ് ഈ സബ്ജക്റ്റ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. സാധാരണ ഇതൊന്നും ഇല്ലാത്തവർക്ക് അങ്ങനെ പോവാം, നോർമലി ലൈഫ് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ നടക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ ചില ഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ശുക്രൻ ചൊവ്വ ഇവരുടെ കോമ്പിനേഷൻസ്, കൺജക്ഷൻസ്. ഇനി മറ്റ് റോങ് പ്ലാനറ്ററി പൊസിഷൻ കൂടെ വന്നാലും, ഇപ്പോൾ ശുക്രനും ചൊവ്വയും നിൽക്കുന്നു, അതിൻ്റെ കൂടെ സൂര്യനും ശനിയും കൂടെ നിൽക്കുന്നു. ചിങ്ങലഗ്നം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞ കേട്ടോ, ഇപ്പോൾ മനസ്സിൽ തോന്നിയപ്പോൾ 7th ഹൗസ് കൈകാര്യം ചെയ്യുന്നത്, അതായത് ചിങ്ങത്തിൻ്റെ 7th ഹൗസ് എന്ന് പറയുമ്പം കുംഭം രാശി വന്നു ഇല്ലേ? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം 7th ഹൗസ് എന്ന്. അപ്പം 7ാമത്തെ രാശി പാർട്ട്ണർ സൈഡ് വരുന്നത് ശനിയാണ്. ആ ശനിയും സൂര്യനും കൂടെ ബന്ധം വന്നു.
ശനി സൂര്യനും ശുക്രനും ചൊവ്വയും കൂടെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ ആകെപ്പാട് കോംപ്ലിക്കേഷനാണ്. ഇത് ക്രൈറ്റീരിയ എല്ലാം വിട്ടു. മാരേജിൻ്റെ ആ ഒരു സിസ്റ്റത്തിൽ നിന്നൊക്കെ വിട്ടി കുട്ടി വേറെ ബന്ധങ്ങളിൽ പോയി പെടുന്നു. ഒരു ബന്ധമായിരിക്കണമെന്നില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലേക്ക് പ്രോബ്ലംസിലേക്ക് കയറി വരും. കൺജക്ഷൻസ് നമുക്ക് ജനറലി ചൊവ്വയും ശുക്രനോട് ഇന്ന ആയിരിക്കുമെന്നില്ല. ചിലപ്പോൾ വളരെ സ്മൂത്തായിട്ട് പോകും. ഇനീഷ്യൽ ചില സ്റ്റാർട്ടിങ് ട്രബിൾസ്, വീട്ടിൽ ചില എതിർപ്പുകളോടുകൂടി അങ്ങ് പോകും. ഇല്ല എങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലത്തെ പ്രോബ്ലംസ് വരുമ്പോഴത്തേക്കും ഒരു തരത്തിലും മാച്ചാകാത്ത റിലേഷനിൽ പോയി പെടുക. ലൈഫ് സ്വയമായിട്ട് കുളമായി പോകും. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും സംഭവിക്കാം. നമ്മൾ ഈ തുലാം ലഗ്നത്തിൽ വരുന്ന ഒരു ചാർട്ടിലെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ആൾക്ക് സൂര്യൻ നീചപ്പെട്ടു പോയിരിക്കുന്നു. ആൾക്ക് ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, ആളുടെ പ്രോബ്ലംസാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പം ഈ ഒരു വ്യക്തിക്ക് ഇപ്പം വീനസ് ആണല്ലോ ഇതിൻ്റെ ഒരു അധിപൻ. വീനസിൻ്റെ അയരത്നം ഡയമണ്ട് ആണോ ഇയാൾക്ക് നമുക്ക് സൂട്ടബിൾ ആകുന്ന രത്നം? അത് ഞാൻ പറയാം. പിന്നെ നമ്മളിതെല്ലാം ഒരു സ്റ്റോറി പോലെയാണ് പറയുന്നത് കേട്ടോ. തമാശ ഇടകലർത്തി ആരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ല പറയുന്നത്. ജനറലി ഒരു കഥ പോലെ പറയുമ്പോൾ ആൾക്കാർക്കൊരു പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി സിമ്പിളായിട്ടാണ് പറയുന്നത്. പിന്നെ അത് എൻ്റെ ഒരു രീതി അത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റോണിലേക്ക്, അപ്പോൾ ഇതാണ് ഈ ചാർട്ടിൻ്റെ വിവരങ്ങൾ ഇതൊക്കെയാണ്. ഇതിനകത്ത് സ്റ്റോണിലേക്ക് വരുമ്പം ഇതിനകത്ത് ലഗ്നാധിപൻ, അതായത് തുലാം ലഗ്നത്തിൻ്റെ അധിപൻ സെക്കൻഡ് ഹൗസിൽ നിൽക്കുന്നു, വൃശ്ചികത്തിൽ നിന്നും. അപ്പം ഈ സെക്കൻഡ് ഹൗസ് എന്ന് പറയുമ്പോൾ വൃശ്ചികം ചൊവ്വയുടെയാണ്. ചൊവ്വയുടെ ഹൗസിൽ പോയി ശുക്രൻ നിൽക്കുന്നതിൻ്റെയാണ് പുള്ളി ഈ കാര്യങ്ങൾ ഒക്കെ പെട്ടതെങ്കിലും ഞാൻ കഴിഞ്ഞ ഏതോ എപ്പിസോഡിൽ പറഞ്ഞു, ഒരു ഗ്രഹം, ഒരു പ്ലാനറ്റ് പല കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് പറഞ്ഞു. അതെ. അപ്പോൾ ഇവിടെ നോക്കുമ്പം ലഗ്നം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡി, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ എല്ലാം ഉണ്ട്. അത് കൈകാര്യം ചെയ്ത ആൾ ശുക്രനാണ്. ആ പുള്ളി പോയി സെക്കൻഡ് ഹൗസിൽ പോയി നിൽക്കുന്നു. ശുക്രൻ സെക്കൻഡ് ഹൗസിൽ പോയി നിന്നു. അപ്പോൾ ലഗ്നാധിപൻ രണ്ടെന്ന് പറയുന്നത് എന്താണ്? ഹരം, വാക്ക്, നാവ് എല്ലാം ഉണ്ട്. ഇദ്ദേഹം നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണ്, വ്യക്തിയും കൂടെയാണ്. സെക്കൻഡ് ഹൗസ് നന്നായിട്ട് കലാകാരനാണല്ലോ, കലയാണല്ലോ ശുക്രൻ്റെ ഒരു മെയിൻ ഇതാണ്. അപ്പോൾ ശുക്രൻ സെക്കൻഡ് ഹൗസ് ചെന്നപ്പം അത് പാട്ട് കാര്യങ്ങളിലേക്കൊക്കെ ആയി. പക്ക കലാകാരനാണ്, റൊമാൻറ്റിക്കാണ് ആള്, മനസ്സിലായില്ലേ? അപ്പോൾ സെക്കൻഡ് ഹൗസിലെ ശുക്രൻ നിൽക്കുന്നു. ഈ ശുക്രൻ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലാനറ്റാണ്. കാരണം പുള്ളിയുടെ ധനസ്ഥാനം ആണിത്, പിന്നെ ബിസിനസ് സ്ഥാനമാണിത് സെക്കൻഡ് ഹൗസിൽ. അപ്പോൾ ഇദ്ദേഹം ബിസിനസ്സിലേക്ക് വരും, വേറെ വയ്യാതെ ബിസിനസ്സിലേക്കും വരും ഇദ്ദേഹം. അപ്പോൾ കാരണം ഇതിനകത്ത് വരാൻ സാഹചര്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം. കാരണം പുള്ളിക്ക് റെക്കഗ്നീഷൻ കുറവാണ്. ജോലി ചെയ്യുമ്പോൾ അപ്പോഴേ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം മതി, ഈ മാനേജ്മെൻറ്റ് ഞാൻ എന്ത് ചെയ്താലും അങ്ങോട്ട് ചേക്കുന്നില്ല, അവർക്ക് തൃപ്തിയില്ല. ഞാൻ ടാർജറ്റ് മുട്ടിച്ചുകൊണ്ട് വരും, മറ്റേ പുള്ളിക്ക് അവാർഡ് കൊടുക്കും. അപ്പം ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള സ്ഥിതികൾ വരും. അപ്പം നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റും പുള്ളിക്ക്. കാരണം പുള്ളിയുടെ ലഗ്നാധിപൻ ശുക്രൻ ധനസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് ഞാൻ 2 സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഡയമണ്ടും ഒന്ന് വൈറ്റ് ടോപ്പാസും. 2 രത്നങ്ങളുണ്ട് ആൾക്ക്. വൈറ്റ് ടോപ്പാസ് പറഞ്ഞതുപോലെ തന്നെ വളരെ സ്മൂത്തനിങ് ആയിട്ടുള്ളൊരു സ്റ്റോണാണ്. നമുക്ക് വൈറ്റ് ടോപ്പാസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതും ഡയമണ്ടും കൂടെ, വൈറ്റ് ബ്രൈറ്റ്നെസ് ആണ് വേണ്ടത്. അപ്പം നമുക്ക് വെട്ടക്കുറവാണ് ഇദ്ദേഹത്തിന്. കാരണം സൂര്യനാണല്ലോ പുള്ളിയുടെ ചാട്ടി നീചത്തിൽ നിൽക്കും. അപ്പം ബ്രൈറ്റ്നെസ് ഇല്ല. ഇനി ബ്രൈറ്റ്നെസ് എങ്ങനെ വരുത്താമെന്ന് നമ്മൾ ചിന്തിക്കുക. ഇതെല്ലാം നമുക്ക് സോൾവ് ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. സോൾവ് ചെയ്യാൻ പറ്റുകയില്ലാത്തതും അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇതിനകത്ത് നമുക്ക് തന്നെ സോൾവ് ചെയ്യാം. ഇപ്പോൾ ഇരുണ്ട് പിടിച്ച് നിൽക്കുന്ന ഈ ഭിത്തി ഇതെങ്ങനെ മാറ്റും? പെയിൻറ്റ് ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചൈതന്യക്കുറവ്, കോൺഫിഡൻസ് കുറവാണ് മെയിൻലി. ആത്മവിശ്വാസം ഇല്ല. അതിനൊക്കെ ഒരു മാറ്റം വരും. പുള്ളി
ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റോൺ കൊടുക്കുക, ഗ്ലിറ്ററിങ്. ഡയമണ്ട് ഇടുമ്പോഴത്തേക്ക് അത് ഒരു അട്രാക്ഷനായി. വൈറ്റ് സ്റ്റോൺ ടോപ്പാസ് ഇടുമ്പോൾ പുള്ളിക്ക് കുറച്ചുകൂടെ ഹെൽത്തും വെൽത്തും എല്ലാം ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉള്ള സ്റ്റോണാണ്. വില കുറഞ്ഞ സ്റ്റോണുമാണ്. അത് രണ്ടും കൂടെ ചേർത്തിട്ട് നിറച്ച ഒരു പെൻഡൻറ്റ് പോലെ വൈറ്റ് ടോപ്പാസ് സെൻറ്ററിൽ ചുറ്റും കുഞ്ഞ് ഡയമണ്ട്സ് ചെറിയ പിഞ്ച് പോലത്തെ സെറ്റിങ്ങിൽ ചെയ്ത് വൈറ്റ് മെറ്റൽ വൈറ്റ് ഗോൾഡിൽ ഉപയോഗിക്കുന്നു. അപ്പം മൊത്തം പുള്ളിയുടെ കോൺഫിഡൻസ് ലെവൽ കൂടി ഒരു അട്രാക്ഷൻ വന്ന് പെട്ടെന്ന് നല്ല ഷർട്ടാണല്ലോ, വൈറ്റ് ഇട്ടിരിക്കുന്നത് നല്ല രസമുണ്ടല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു വൈറ്റ് ഇട്ടാൽ മതി പറഞ്ഞു, നിങ്ങൾ വൈറ്റ് ഷർട്ട്. മൊത്തത്തിലൊന്നൊരു പ്രകാശം മൊത്തം ചേഞ്ചായി, ബ്രൈറ്റ്നെസ് വന്നു. ലൈറ്റ് ഇട്ട് നമുക്ക് ഇരുട്ട് മുറിയാണെങ്കിൽ അതിനകത്ത് ആവശ്യമുള്ള ലൈറ്റ് ഇടുക, ഇല്ലേ? അപ്പോൾ ആ ഒരു നല്ല വ്യത്യാസം അവിടെ, നല്ല വെട്ടവും വെളിച്ചവും കിട്ടുന്നൊരു മുറിയാണെങ്കിൽ ചെറിയ 1-2 ലൈറ്റ് ഇട്ടാൽ മതി. ഇല്ലെങ്കിലോ നമ്മൾ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് വോൾട്ടേജ് കൂടിയതായിട്ടുള്ള LED ഒക്കെ ഉപയോഗിച്ച് അവിടെ ബ്രൈറ്റ് എല്ലാത്തിനും പരിഹാരങ്ങളുണ്ടല്ലോ. റെഡ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു, റെഡ് കളർ. കാരണം സൂര്യനിൽ നിന്ന് വരുന്ന കളർ തന്നെ റെഡാണ്. ഈ സൂര്യൻ ഇവിടെ ആക്ടിവേറ്റഡ് ആയാൽ പുള്ളിക്ക് ഗുണമില്ല. കാരണം സൂര്യൻ ആക്ടിവേഷൻ ഇപ്പോൾ റൂബി ഇട്ടെങ്കിൽ പുള്ളി മൊത്തത്തിൽ കിടപ്പാവും. കാരണം ലഗ്നത്തിൽ നിൽക്കുന്ന നീചപ്പെട്ട സൂര്യൻ്റെ കല്ല് ധരിച്ചാൽ ആ നീചാവസ്ഥയ്ക്ക് വീണ്ടും ഒരു ആക്കം കൂട്ടും. അതാണ് രത്നത്തിൻ്റെ ടിപ്സ്. അപ്പോൾ ആൾക്ക് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഡയമണ്ടും അതോടൊപ്പം തന്നെ ഈ പറയുന്ന വൈറ്റ് ടോപ്പാസ് എന്ന് പറയുന്ന രത്നവുമാണ്. തുലാം ലഗ്നത്തിൽ നിൽക്കുന്ന, തുലാത്തിൽ രാശിയിൽ തുലാത്തിൽ സൂര്യൻ നിൽക്കുന്നവർ റൂബി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഒന്നുമില്ലെങ്കിൽ ലഗ്നാധിപനായിരിക്കണം. അത് ചിങ്ങ ലഗ്നമായിരിക്കണം. ചിങ്ങ ലഗ്നത്തിൽപ്പെട്ട ഒരാൾ സൂര്യൻ നീചത്തിൽ നിൽക്കുന്നു എന്നാൽ D9 ചാർട്ടിലും പ്രോബ്ലം ഒന്നുമില്ല, നീചാവസ്ഥയൊന്നും ഇല്ലെങ്കിൽ പുള്ളിക്ക് റൂബി ഇടാം. അല്ലാതെ ഏത് ചാർട്ടുകാർക്കും അത് കുറച്ച് ദോഷം ചെയ്യും. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു വിവരങ്ങളിലേക്ക്, ടോപ്പാസിൻ്റെ വിവരങ്ങളിലേക്ക്, ഡയമണ്ട്സും ടോപ്പാസും തമ്മിലുള്ള കോമ്പിനേഷനെ കുറിച്ചൊക്കെ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഉൾപ്പെടുത്തണം. തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നമസ്കാരം.